ഈ നേരത്തെ പറഞ്ഞ നേതാക്കളിൽ സോണിയാഗാന്ധിയെ നേതൃസ്ഥാനത്തേക്ക് അവരോധിക്കാൻ വേണ്ടി നരസിംഹറാവുവിന് എതിർപ്പാളയത്തിൽ തമ്പടിച്ചിരുന്ന ഈ പറഞ്ഞ നേതാക്കളിൽ നട്വർ സിംഗ് ഇപ്പോൾ ഏറ്റവും പുതിയ അദ്ദേഹത്തിന്റെ പുസ്തകം ദിസ് ലൈഫ് ഈസ് നോട്ട് ഇനഫ്, വൺ ലൈഫ് ഈസ് നോട്ട് ഇനഫ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ സോണിയാഗാന്ധി അധികാരഭ്രമം ബാധിച്ച ഒരു സ്ത്രീയാണെന്നും അവർ അധികാരത്തിൽ വന്ന ശേഷം എല്ലാ കാര്യങ്ങളും റിമോട്ട് കൺട്രോളിൽ നിയന്ത്രിക്കുകയാണെന്നും അതിനുശേഷമാണ് ഈ ദുർവിധി കോൺഗ്രസ് ഉണ്ടായതെന്നും തുറന്നു പറഞ്ഞിട്ടുണ്ട്. നട്വർ സിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു യാഥാർത്ഥ്യം ഉണ്ടാവണം. കാരണം നട്വർ സിംഗ് എന്ന് വളരെ അടുത്ത ഒരു ലെഫ്റ്റനൻ്റ് ആയിരുന്നു. അല്ലാതെ മുൻവിധി പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയുന്നത്, കാരണം ഞാൻ ആ നിലയിലൊന്നും സോണിയാഗാന്ധിയുടെ അടുത്ത് പെരുമാറിയിട്ടില്ല. അവരുടെ കൂടെ അവരെ ഒരു സഹചാരിയായിരുന്നില്ല. AICC മെമ്പറായി തുടരുന്നു എന്നല്ലാതെ അതിനൊരർത്ഥമില്ല. ഈ ദേശീയ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന പലരും പറഞ്ഞിട്ടുള്ളത്, അന്ന് സോണിയാഗാന്ധി നേതൃപദവിയിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഈ മുതിർന്ന നേതാക്കളെല്ലാം അവരുടെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിന്ന് തമ്മിൽ തല്ലി ഈ കോൺഗ്രസ് നാനാവിധമാകുമായിരുന്നു. അന്ന് ഇവരെല്ലാം യൂണിഫൈ ചെയ്യിപ്പിച്ചത്, അതിനുവേണ്ടി ഒരു വലിയ ഫോഴ്സായി നിലകൊള്ളാൻ ഇന്ദിരാ കുടുംബത്തിൽ നിന്ന് ഒരാൾ തന്നെ വേണ്ടി വന്നു എന്ന് ഒരു നിരീക്ഷണമുണ്ട്. ഞാൻ ആ നിരീക്ഷണത്തോട് പൂർണ്ണമായി യോജിക്കുന്നില്ല. ഇതാണ് നെഹ്റു കുടുംബത്തിൽ നിന്ന് ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നാൽ എല്ലാ കോൺഗ്രസ്സുകാരും ഒരുമിപ്പിക്കാം എന്ന ആ ധാരണ പരത്തിയത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ശരിയാണ് അവരെ ഒരു പ്രതീകമെന്ന നിലയ്ക്ക് ഉപയോഗിക്കാം. കാരണം പ്രത്യേകിച്ചും സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയമായ ഒരു പശ്ചാത്തലമില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർ ആരുമായിരുന്നില്ല. അപ്പോൾ പിന്നെ അവരെ കൊണ്ട് ഒന്നിപ്പിക്കാം എന്ന് പറയുന്നത് മുഴുവൻ ശരിയായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ബൊഫോഴ്സ് ഇടപാടുമായി ബന്ധപ്പെട്ട് രാജീവ് ഗാന്ധിയുമായി ഉണ്ടായ അകൽച്ചയുടെ തുടർച്ചയാണോ സോണിയാഗാന്ധിക്ക് അനഭിമതനായി ശ്രീ ഉണ്ണികൃഷ്ണൻ മാറാൻ കാരണം? കാരണം നേരത്തെ പറഞ്ഞു വടകരയിൽ ജയിക്കാൻ സാധ്യതയില്ല എന്ന് നരസിംഹറാവു പറഞ്ഞു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും തുടർന്ന് അങ്ങോട്ട് രാജ്യസഭയിലേക്ക് വരാമായിരുന്നു. അതാ വേണ്ട എന്ന് വെച്ചു. പിന്നീട് മൻമോഹൻ സിംഗും പ്രണബ് മുഖർജിയും എല്ലാം താങ്കളെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് ഉണ്ടാകാതെ പോവുകയല്ലേ ചെയ്തത്. അത് സോണിയാഗാന്ധിയുടെ ഒരു അനിഷ്ടം കൊണ്ടുകൂടിയല്ലേ എന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്നൊരു അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട്. എനിക്ക് അതിനെപ്പറ്റി എന്താണ് കൃത്യമായി സംഭവിച്ചതെന്ന് പറയാൻ വിഷമമാണ്. ബോഫേഴ്സിൻ്റെ കാര്യത്തിൽ കൊത്രോക്കി തന്നെയാണ് രണ്ടാമതും വന്നത്. സ്നാം പ്രൊജക്റ്റിയുടെ കാര്യത്തിൽ സ്വാഭാവികമായി എന്തോ ഒരു ലിങ്കേജ് എവിടെയോ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നിർബന്ധിത വന്ധ്യംകരണം പോലെയുള്ള നടപടികളിലേക്ക് സഞ്ജയ് ഗാന്ധി തിരിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി മകനെ സംരക്ഷിച്ച് നിർത്തുകയും പിന്നീട് അതിൻ്റെ പേരിൽ ഒരു അകൽച്ച ഇന്ദിരാഗാന്ധിയുമായി താങ്കൾക്ക് ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് 79-ൽ താങ്കൾ അവിടുന്ന് വിട്ടുപോരുന്നത്. സഞ്ജയ് ഗാന്ധിയുടെ മരണവും അതിനുശേഷം രാജീവ് ഗാന്ധിയുടെ മരണവും രണ്ടും പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. താങ്കൾക്കറിയാം, സഞ്ജയ് ഗാന്ധിയുടെ മരണത്തെക്കുറിച്ചും രാജീവ് ഗാന്ധിയുടെ മരണത്തെക്കുറിച്ചും ഉണ്ണികൃഷ്ണന് എന്തൊക്കെ അറിയാം? എനിക്ക് പത്ര പങ്ക്തികളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നതല്ലാതെ എനിക്ക് അതൊന്നും അറിയില്ല. പിന്നീട് രാജീവ് ഗാന്ധിക്ക് ഏറ്റെടുക്കേണ്ടി വന്ന ആ നേതൃത്വത്തിലേക്ക് സഞ്ജയ് ഗാന്ധി ഇന്ദിരാഗാന്ധി രൂപപ്പെടുത്തി തയ്യാറാക്കി നിർത്തിയിരുന്നു. പലരും ധരിച്ചിരുന്നത് ആദ്യം ശരിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നീട് ശരിയാണെന്ന് തോന്നി. സഞ്ജയ് ഗാന്ധിയാണ് വരേണ്ടത്. സഞ്ജയ് ഗാന്ധി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്സ് എടുക്കും. അങ്ങനെ ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തനാണെന്നുള്ള തോന്നൽ അവർക്കുണ്ടായും തോന്നിയിട്ടുണ്ട്. ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ പോലും സോഷ്യലിസ്റ്റ് ആശയങ്ങളോടായിരുന്നല്ലോ തുടക്കത്തിൽ താല്പര്യം. ആദ്യത്തെ ആ മോസ്കോ സന്ദർശനം മോസ്കോ സന്ദർശനം എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു അരനൂറ്റാണ്ട്, ഒരു 50 വർഷങ്ങൾക്ക് പിന്നിൽ ഏതാണ്ട് ഇതുപോലൊരു ഒക്ടോബറിലാണ് താങ്കൾ മാവോ സേതുങ്ങിനെ നേരിട്ട് കാണുന്നത്. ഇതേ ദിവസം
1-ാം തീയതി. ഇപ്പോൾ ഈ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് പിന്നീട് കോൺഗ്രസിലേക്ക് വഴിതിരിയാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? കോൺഗ്രസിലേക്കല്ല, എൻ്റെ കുടുംബം മുഴുവൻ കോൺഗ്രസ്സാണ്. സോഷ്യലിസ്റ്റ് ആശയഗതികളുമായി ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ വന്നത്. പിന്നെ വളരെ നാൾ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ഡോക്ടർ ലോഹിയ മുതലായവരോട് അടുത്ത ബന്ധം ഉണ്ടായത്. അത് ശരിയാണ്. ഇന്ദിരാഗാന്ധിക്കൊപ്പം ജയപ്രകാശ് നാരായണനും രാംമനോഹർ ലോഹിയയ്ക്കുമൊപ്പം VP സിംഗിനൊപ്പം നരസിംഹറാവുവിനൊപ്പം VK കൃഷ്ണമേനോന് വേണ്ടി പ്രവർത്തിച്ചു. ഇങ്ങനെ മഹാരഥന്മാരായ ആളുകൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുണ്ട്. താങ്കൾ ഏറ്റവും അധികം ആകർഷിച്ച വളരെയധികം കൃതാർത്ഥതയുണ്ട്. ഏറ്റവും അധികം ആകർഷിച്ച വ്യക്തിത്വമായിരുന്നു. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയെ പറ്റി ചരിത്രം പറയുന്നത് അവരൊരു അതോറിറ്റേറിയൻ ആയിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് നല്ല വശങ്ങളെക്കാൾ മോശം കോൺട്രിബ്യൂഷൻ ഈ രാജ്യത്തിന് നൽകിയ നേതാവാണ് ഇന്ദിരാഗാന്ധി എന്ന് ചിലർ പറയുന്നു. VP സിംഗിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തെക്കുറിച്ച് പല നിരീക്ഷണങ്ങളുണ്ട്. ഇവരെല്ലാം വളരെ അടുത്തു നിന്ന് കാണാൻ കഴിഞ്ഞ ആളെന്ന നിലയിൽ താങ്കൾ എങ്ങനെ വിലയിരുത്തും? ഇന്ദിരാഗാന്ധി അസാധാരണമായൊരു വ്യക്തിത്വമായിരുന്നു. അതിനെക്കുറിച്ച് എനിക്കൊരു സംശയം ഉണ്ടായിട്ടില്ല. ഇന്ദിരാഗാന്ധിയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അതെനിക്ക് പറയാം. എക്സ്ട്രോർഡിനറി ലീഡർ. VP സിംഗ് വളരെയധികം ഇത്രയും ക്യാരക്ടറുള്ള ഒരു ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു ലീഡർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചുരുക്കമായിരുന്നു.